ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ മുത്തശ്ശൻ്റെ മനസ്സു മാറാത്തതിനെ പറ്റിയുള്ള സങ്കടങ്ങൾ ആദർശ് നയനയോട് പറഞ്ഞിട്ടങ്ങ് പോയി. അപ്പോൾ ഞാൻ എന്ത് വില കൊടുത്തും എൻ്റെ കുടുംബത്തെ തിരിച്ചു പിടിക്കുമെന്നും അതുപോലെ മൂർത്തി ജ്വല്ലറിയെ തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യമൊക്കെ ആദർശ് പറയുമ്പോൾ അതുതന്നെ ആദർശേട്ടാ മുത്തശ്ശനും ആഗ്രഹിക്കുന്നതെന്ന് നയന പറയാം. അങ്ങനെ നയനി അത് സ്വയം മനസ്സിൽ പറഞ്ഞിങ്ങനെ അവിടെ നിൽക്കുന്നു. ആദർശ് അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ് ആദർശിൻ്റെയും നയനയുടെയും കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ദിവസത്തെ ആ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നയനമോൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യവും മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനോട് പറയുമ്പോൾ അത് താൻ പറയാതെ തന്നെ എനിക്കറിയില്ലേടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. മോൾക്ക് വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും ഞാനായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ടെന്നും ഒരു കാരണവശാലും എൻ്റെ മോൾ തോറ്റു പോകില്ല എന്നുള്ള കാര്യങ്ങളും പറയുക. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അവന്തികയുടെയും അനിയുടെയും കാര്യങ്ങൾ അവരുടെ സംസാരത്തിനിടയിലേക്ക് വന്നു. അപ്പോൾ അവന്തിക മോളുടെയും അനിമോൻ്റെയും കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതിനിയും ഒത്തിരി നാൾ വെച്ച് നീട്ടാൻ പാടില്ല, അത് നമുക്ക് പെട്ടെന്ന് തന്നെ തീരുമാനമാക്കണം എന്ന് മുത്തശ്ശൻ പറയാം. അപ്പോൾ മുത്തശ്ശി ഒരു സജഷനായിട്ട് ചോദിച്ചു, അതെ നാഗേന്ദ്രൻ നമുക്കെതിരെ പട പൊരുതുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അവൻ നമ്മുടെ ശത്രുവാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അവന് നമ്മുടെ തകർച്ചയിൽ എത്രത്തോളം പങ്കുണ്ടെന്നും അല്ലെങ്കിൽ അവൻ ഏത് രീതിയിലാണ് നമ്മളെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നും ഇനി AN ജ്വല്ലറിയുടെ മുതലാളി അവനാണോ എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് ചോദിച്ചു. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? അല്ല, എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവന്തിക മോള് അവൻ്റെ മകള് തന്നെയല്ലേ. അപ്പോൾ ഇതിൽ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്ന് അറിയില്ലല്ലോ. അബി ഇപ്പം എന്തായാലും അവൻ്റെ സൈഡാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ താൻ എന്താടോ ഈ പറയുന്നത്? അവന്തിക മോള് പഴയ പോലത്തെ ആളൊന്നുമല്ല, അവളുടെ സ്വഭാവമൊക്കെ ഒരുപാട് മാറിയത് തനിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. മോളുടെ സ്വഭാവം മാറിയില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒന്നുകൂടി ആലോചിച്ച് പോരെ എന്ന് ചോദിക്കുവാണ്. ഇനിയും ഒരു പരീക്ഷണത്തിന് നിൽക്കണോ? ഒന്ന് അനിയുടെ ആ ഒരു താല്പര്യങ്ങൾ നമ്മൾ കേൾക്കാതെയാണ് അനാമികയുമായിട്ടുള്ള വിവാഹം നടത്തിയത്. അതിൽ നിന്ന് എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ കുട്ടി അനുഭവിച്ചു. അതുകൊണ്ട് ഉള്ളിലൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അവന്തിക മോളെയും അനാമികയും തമ്മിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ട, അവരുടെ രണ്ടുപേരുടെയും സ്വഭാവം തമ്മിൽ യാതൊരു ഇതും ഇല്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. എന്തായാലും അവന്തിക മോളൊരു ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല എന്നും മുത്തശ്ശൻ പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ആകെ ഒരു ടെൻഷനും ഒരാദ്യമൊക്കെ കയറി ഇങ്ങനെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ആ ഒരു ഇവരുടെ ജ്വല്ലറിയുടെ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ അവിടത്തെ AN ജ്വല്ലറിയിൽ കൊണ്ടുപിടിച്ച വരയും കാര്യങ്ങളൊക്കെയാണ്. അവയാണെങ്കിൽ അവിടെ നമ്മുടെ മാളവികയുടെ അരികളിൽ നിന്ന് പോകുന്നത് പോലുമില്ല. നവ്യയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിളിച്ച് നമിതയോട് പറയുകയും ചെയ്യുന്നു, അവനെ ശരിക്കും സൂക്ഷിക്കണമെന്നും അതുപോലെ തന്നെ മാളവികയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണമെന്നും അല്ലെങ്കിൽ അവൻ ഏത് രീതിയിലും മാളവികയെ ചതിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ AN ജ്വല്ലറിയിലെ നീക്കങ്ങൾ ഓരോന്നായിട്ട് നമിതയോട് പറഞ്ഞു കൊടുക്കുന്നു. നമിതയോട് എന്നിട്ട് അത് ആദർശനോട് പറയണം എന്ന കാര്യങ്ങൾ പറയണം. ആ ഒരു ദിവസം എന്തൊക്കെയാണ് AN ജ്വല്ലറി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മുടെ നവ്യ പറഞ്ഞതനുസരിച്ച് നമിത വീണ്ടും ആദർശന് മെസ്സേജ് വിടുന്നു. ആദർശാണെങ്കിൽ ആ മെസ്സേജൊക്കെ വായിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം അനിയെ വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ അന്നേ ദിവസം വന്നെത്തി നമ്മുടെ നയന ആ ഒരു ഇതിൽ പങ്കെടുക്കാനായിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും നയനയ്ക്ക് ഭയങ്കര പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. അങ്ങനെ നയനയ്ക്കൊരു പോറൽ പോലും പറ്റാതെ ഒരു പ്രതിസന്ധികളും ഇല്ലാതെ ആ ഒരു സ്ഥലത്ത് എത്തിപ്പെടണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ രീതിയിലും കൂടെ തന്നെയുണ്ട്. ഈ പറയുന്ന നമ്മുടെ മുത്തശ്ശൻ പോലും ആളെ വെച്ചിരിക്കുക നയനയ്ക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവിടം വരെ എത്തിപ്പെടാനായിട്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നു. അങ്ങനത്തെ അവിടുത്തെ ആ ഒരു ഫെസ്റ്റിവലിൽ നമ്മുടെ നയന എത്തുന്നു. അവിടെ ചെന്ന് നല്ല രീതിയിൽ ഡിസൈൻസും കാര്യങ്ങളെല്ലാം വരച്ചു. അങ്ങനെ നയന വരച്ച ഡിസൈൻ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. ഭയങ്കര കോമ്പറ്റീഷൻ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ മാളവികയെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ. അപ്പോൾ അവിടെ നാഗേന്ദ്രനും അതുപോലെ ഡേവിഡും അഭിയൊക്കെ എന്താ പറയുക തീയുടെ പുറത്ത് നിൽക്കുക, ചുട്ടുപൊള്ളും എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട്. പക്ഷെ നയനെ അവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ടെൻഷൻ കൂടി. മാളവികയുടെ ആ ഒരു ഡിസൈൻ നയനയുടെ ഒപ്പം എത്തുമോ, ഇതും ഇനി അവർ കൊണ്ടുപോകുമോ, ഒരു പ്രതീക്ഷ ഇവർക്കുണ്ടായിരുന്നു ഇതിൽ ഇവർ കയറി പറ്റുമെന്ന്. പക്ഷേ
നയന അവിടെ എത്തിയതുകൊണ്ട് ഇവർക്ക് ആകെ ഒരു ഇത്. എന്തായാലും ആ ഒരു ഡിസൈനിൻ്റെ മത്സരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. നമ്മുടെ നയനയും ആദർശം തിരിച്ച് വീട്ടിലേക്ക് എത്തി. അതുപോലെ തന്നെ നാഗേന്ദ്രൻ ഡേവിഡിനെ വിളിക്കുവാണ്, എന്തായടോ കാര്യങ്ങൾ. അപ്പോൾ നയന ഉണ്ടായിരുന്നു സർ, അതുകൊണ്ട് അല്ല താൻ എന്താണ് ഈ പറയുന്നത്? മാളവിക നന്നായി തന്നെ ചെയ്തില്ലേ, അവൾ നന്നായി തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ, അയ്യോ അതിലൊരു തർക്കവും ഇല്ല, മാളവിക എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭംഗിയായിട്ട് തന്നെയാണ് മാളവിക എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കിയൊക്കെ എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ലല്ലോ സർ എന്നൊക്കെ ഇയാളിങ്ങനെ പറയാം. തടി തപ്പണമല്ലോ നാഗേന്ദ്രൻ്റെ അടുത്തുനിന്ന്. എന്തായാലും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബിയാണെങ്കിൽ ഇത് മാളവികയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തും കൂടെ നിൽക്കുകയാണ്. മാളവിക സൂപ്പറാണ്, മാളവിക അങ്ങനെയാണ്, മാളവിക ഇങ്ങനെയാണ്, അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു, അവിടെ ചെയ്തു, ഇവിടെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേ കൂടുതൽ നീ മാളവികയെ ഇതാക്കണ്ട എന്ന് അച്ഛമ്മൻ പറയാം മകനോട്. കാരണം മകൻ്റെ റൂട്ട് എങ്ങോട്ടാണെന്ന് നാഗേന്ദ്രന് കൃത്യമായി മനസ്സിലായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ നയനയും അതുപോലെ മാളവികയൊക്കെ പങ്കെടുത്ത ആ ഒരു ഫെസ്റ്റിവലിൻ്റെ റിസൾട്ട് വരുന്നു. അവിടെ നയന കളക്ഷൻസ് ആണ് മുന്നിൽ വന്നത്. നയനയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. നയനയുടെ ഡിസൈൻസാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അതേ കിടക്കുന്നു വീണ്ടും ജ്വല്ലറി മൂക്ക് കുത്തി നിലത്തോട്ട്. അപ്പോഴേക്കും നാഗേന്ദ്രൻ്റെ എന്നാ പറയുന്നത് ഭടമൊക്കെ അങ്ങ് ഉണർന്ന് നാഗേന്ദ്രൻ പത്തി വിടർത്തി അങ്ങ് ആടാൻ തുടങ്ങി. താനല്ലേടോ പറഞ്ഞത് അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നടോ എന്നൊക്കെ ചോദിച്ചു. വീണ്ടും നമുക്ക് തോൽവി അല്ലേടോ എന്നൊക്കെ ചോദിച്ചു. അബിയോടും ചൂടായി. അപ്പോൾ അബിയാണെങ്കിൽ ആ കുട്ടി അതിന് പറ്റുന്നതിനപ്പുറം എഫേർട്ട് എടുത്തിരുന്ന വെച്ചാൽ ഇല്ലെന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും മാളവികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ മാളവികയ്ക്ക് ഭയങ്കര ഒരിത്, സർ മാളവിക ഇവരുടെ മുന്നിൽ അഭിനയിക്കുക, സർ ഞാൻ അങ്ങനെ മാളവിക എനിക്ക് കൂടുതലൊന്നും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാളവികയോട് ഡേവിഡ് ചൂടായൊക്കെ സംസാരിക്കുന്നു. മാളവികയോട് ഞാൻ നല്ല രീതിയിൽ മാന്യമായി പറഞ്ഞതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നതാണെന്ന്. അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മാളവിക കൈക്കൊണ്ടില്ലെന്നൊക്കെ പറയുമ്പോൾ, സാർ ഇങ്ങനെയൊന്നും പറയരുത്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലുമില്ല, എന്നെക്കൊണ്ട് കഴിയുന്നതിനപ്പുറം ഞാൻ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ജോലി റിസൈൻ ചെയ്തോളാം എന്നൊക്കെ മാളവിക പറഞ്ഞു. അയ്യോ മാളവിക അങ്ങനെ ഇതിനായിട്ട് ഞാൻ പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഡയലോഗൊക്കെ അടിച്ച് മാളവികയെ സോപ്പിടാനൊക്കെ ആയിട്ട് നോക്കുകയാണ് നമ്മുടെ ഡേവിഡ് ഏട്ടൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അബിയുടെ വക അതങ്ങനെ അങ്ങ് ചെന്നു. ഇതെല്ലാം കഴിഞ്ഞ് എന്തായാലും അനന്തപുരിയിലും എത്തി ഇവരുടെ വിജയം. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അപ്പോഴും ജാനകി അവിടെ കിടന്ന് തുള്ളിച്ചാടുക. നയന വരച്ച ആ ഒരു ഡിസൈനല്ല, എൻ്റെ മകൻ അനി കയറിയതിൽ പിന്നെയാണ് ഈ കണ്ടതെല്ലാം റെഡി ആയതെന്നും പറഞ്ഞു. അപ്പോൾ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്ന ജാനകിയോട് അനി പറഞ്ഞു, ഇതിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ. ഈ ഒരു ഇത് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ ഒരു വിജയം നമുക്കുണ്ടാവാൻ കാരണം നയനേടത്തി ഇത് കൃത്യമായി ഏറ്റെടുത്ത് ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വിജയിച്ചെന്ന് പറയുമ്പോൾ, ആര് ചെയ്താലും നീ MD ആയതിനു ശേഷമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, അച്ഛൻ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, ആരൊക്കെ പിന്നിൽ പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത് അതിൽ MD ആയി ഇരിക്കുന്ന ആൾക്കാണെന്ന്. അപ്പം നിനക്ക് തന്നെ അതിൻ്റെ ക്രെഡിറ്റ്, ആ ക്രെഡിറ്റ് നീ വേറെ ആർക്കും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, നടന്നത് എന്താണെന്നും സത്യം എന്താണെന്നും എനിക്കറിയാവുന്നിടത്തോളം ഞാൻ അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ആരെയോ തള്ളി പറയാനോ തയ്യാറല്ല, ഞാനത് ചെയ്യുകയില്ല എന്നും പറഞ്ഞ് അനി ഇങ്ങനെ പറയുക. അപ്പോൾ അനി ഇത് പറയുന്നത് കേട്ടപ്പോൾ ജാനകിക്ക് ഭയങ്കര കലിപ്പ്. ജാനകി എന്നിട്ട് അജയൻ്റെ അടുത്തേക്ക് പോയി. അജയൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം അജയനും പറഞ്ഞു, നീ ഇങ്ങനെ ആക്രാന്തം കാണിച്ചുകൊണ്ട് നടക്കല്ലേ ജാനകി, സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അത് അറിഞ്ഞു വെച്ച് നീ വെറുതെ എന്തിനാ സ്വയം വിഡ്ഢിയാകാൻ അല്ലെങ്കിൽ കോമാളിയാകാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ജാനകിയെ വഴക്ക് പറയാണ്. ഇത് കഴിഞ്ഞ് ഈ ഒരു ഫെസ്റ്റിവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അബി തുള്ളി ഉറഞ്ഞ് വീട്ടിലേക്ക് വരും. അപ്പോൾ നവ്യ ഭയങ്കര സന്തോഷത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നവ്യയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അബിയോട് നവ്യം ചോദിച്ചു, നീ അവിടെ ചെന്നതിന് ശേഷം തോൽവി തന്നെയാണല്ലോ അവിടെ ഉണ്ടാകുന്നത്, നീ ഇനി ഇങ്ങനെയൊന്നും ആരുടെയും കേൾക്കെ പറയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അബി അന്നേരം നവ്യോട് പറയാം. എന്നാലും അവർ വിജയിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അബി, എന്നാലും എന്താ നമുക്ക് പറ്റിയത്, ഓരോ ദിവസം ചെല്ലുന്തോറും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജ്വല്ലറി. ഇപ്പം ഈ ഒരു തോൽവിയും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് താഴേക്ക് പോയെന്നൊക്കെ പറയാം. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഷെയർ കുതിച്ചു വരികയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നവ്യ പറഞ്ഞു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ഒരു പോംവഴി ഇതിന് കണ്ടുപിടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നവ്യ ഇങ്ങനെ പറയുന്നു. എന്ത് ചെയ്യാനും നവ്യ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ മാളവികയ്ക്ക് എന്താ ഡിസൈൻ വരയ്ക്കാനൊന്നും അറിയില്ലേ, അവൾ നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ നവ്യ പറയുമ്പോൾ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റില്ല. ആ കുട്ടി അതിന് പറ്റുന്നതും പറ്റാത്തതും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഇതുകൊണ്ടല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ തിരിമറികളൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ ചതികൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ പറയാം. ചതിയിലൂടെ അല്ലേടാ നീയൊക്കെ എല്ലാം നേടിയെടുത്തതെന്ന് മനസ്സിൽ അന്നേരം നവ്യ പറയാണ്.
എന്തായാലും ഈ ഒരു പരിക്ക് അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുത്തേ പറ്റുള്ളൂ അബി, അല്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിന് തന്നെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഭയങ്കരമായിട്ട് അബിയോട് നവ്യ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അബി ഇതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം, എല്ലാത്തിനും കാരണം അവനും അവളും ആദർശം നയനയും അവർ രണ്ടുപേരും തീർന്നാൽ മാത്രമേ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടപ്പോൾ നവ്യയുടെ മുഖം അങ്ങ് മാറി. എൻ്റെ അനിയത്തിയുടെയോ അല്ലെങ്കിൽ ആദർശേട്ടൻ്റെയോ രോമത്തിൽ തൊടാൻ പോലും നിന്നെ കൊണ്ടാവില്ലടാ, നിന്നെക്കൊണ്ട് ഞാൻ ചെയ്യിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുക. എന്തായാലും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ ഈ ഒരു ഉയർച്ചയും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കാൻ. അപ്പോൾ അവന്തിക്ക് അവിടെയാണെങ്കിൽ തൻ്റെ അനിയേട്ടൻ ജയിച്ചതിൻ്റെ തുള്ളിയുറയിലും ചാട്ടമൊക്കെയാണ്. ഉള്ളിൽ കരച്ചിലാണെങ്കിലും പുറമെ എല്ലാവരുടെയും കേൾക്കെ ചിരിച്ചു ഉല്ലസിച്ച് ആടി പാടി നടക്കും, അനിയേട്ടൻ ജയിച്ചേ എന്നും പറഞ്ഞു. അങ്ങനത്തെ സന്തോഷത്തോടു കൂടി അവന്തികയുടെ കാട്ടായൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശന് പെട്ടെന്ന് അങ്ങ് കൊച്ചുമോളെ മരുമോളാക്കിയേക്കാമോ എന്നൊരു വിചാരം. അങ്ങനെ വേഗം തന്നെ മുത്തശ്ശനോട് വിളിയെന്ന് പറയുന്നു, ഇനി ഞങ്ങളുടെ വിവാഹം മുന്നോട്ട് നീട്ടി വെക്കരുത് മുത്തശ്ശ, എത്രയും പെട്ടെന്ന് നടത്തണം മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടുന്ന് കൃത്യമായി അച്ഛൻ്റെ ആ ഒരു ക്ലാസ്സും കൂടി മകൾക്ക് കിട്ടുന്നുണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് കുറച്ചുകൂടി ധൈര്യമായല്ലോ. അപ്പോൾ അനിയുള്ളത് കൊണ്ട് ഇത് വിജയിക്കുന്നതും ഇവർക്കൊരു കുറച്ചൊക്കെ ഒരു സൈഡ് ഇതായിട്ട് സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ദൈവളി എന്ന് മുത്തച്ഛനോട് റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് മുത്തച്ഛൻ എല്ലാവരെയും വിളിപ്പിച്ചിട്ട് എല്ലാവരോടും വന്ന് ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് ഇരിക്കുന്നു. എന്താ അച്ഛാ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജ്വല്ലറിയെ പറ്റിയുള്ള കാര്യങ്ങൾ വല്ലതും ആണെന്ന് ചോദിച്ചപ്പോൾ ജ്വല്ലറിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നുമല്ല, വേറെ കാര്യമാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അവന്തിക മോളുടെയും അനിയുടെയും വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയും അതങ്ങനെ നീട്ടി വെക്കേണ്ട ആവശ്യമില്ലെന്നും എത്രയും പെട്ടെന്ന് കുട്ടികളുടെ ഒരു നിശ്ചയം നടത്തി വെക്കണമെന്നുള്ള കാര്യവും പറയുക. അപ്പോഴാണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ ഈ സംസാരം കേട്ട് വന്നപ്പോൾ ഇവരിത് തീരുമാനിക്കുന്നതായിട്ട് നവ്യയ്ക്ക് മനസ്സിലായി. നവ്യ അന്നേരം മനസ്സിൽ പറയുക, എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർത്തുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അനിയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അല്ലെങ്കിൽ അത് നടത്താതെ ഇത് നടത്താമെന്ന് ആരും വിചാരിക്കേണ്ട. എൻ്റെ അനിയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവാഹമേ നടക്കൂ, അതേ നടക്കാൻ പാടുള്ളൂ, അതേ ഞാൻ നടത്തൂ എന്ന് നവ്യ ഇങ്ങനെ മനസ്സുകൊണ്ട് നിന്ന് പറയുന്നു. അങ്ങനെ അവന്തിക ഇനി എത്രയൊക്കെ കല്യാണപ്പെണ്ണിൻ്റെ വേഷം കെട്ടി വന്നാലും അത് നടക്കില്ല എന്ന് നവ്യ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഏൺ ജ്വല്ലറി മുടിക്കണമെന്ന് നവ്യ വിചാരിച്ചെടുത്തു നിന്ന് തുടങ്ങി ഏൺ ജ്വല്ലറിയുടെ നാശം. അതുപോലെ തന്നെ അവന്തികയുടെ കല്യാണ സ്വപ്നവും നവ്യ തന്നെ മുടിച്ചോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, പിന്നെ കൂടുതൽ ടെൻഷൻ്റെ ആവശ്യമില്ല. അങ്ങനെ മുത്തശ്ശൻ ഈ ഒരു കാര്യം മുത്തശ്ശൻ്റെ തീരുമാനമായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോഴാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അനി കയറി വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും എല്ലാവരോടും. ഈ ഒരു വിവരം അറിഞ്ഞതേ അനിക്ക് ന്യൂസ് ചെന്നു. ഇവിടുന്ന് അവന്തിക വിളിച്ച് ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞതാണ്. അനി തുള്ളി ഉറഞ്ഞിങ്ങ് കയറി വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പം അവന്തികയുടെ ഇഷ്ടം കേട്ട് നിങ്ങളെല്ലാവരും അങ്ങ് സ്വയം കയറി അങ്ങ് തീരുമാനിച്ചു അല്ലേ എന്ന് അനി ചോദിക്കുവാണ്. അവന്തികയുടെ ഇഷ്ടം മാത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ മതിയോ? ഈ ഒരു വീട്ടിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ, എൻ്റെ കാര്യത്തിൽ ഇങ്ങനൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് ഞാൻ അറിയണ്ടേന്ന് ചോദിച്ചു. എന്നോട് ചോദിക്കാതെ എന്തിൻ്റെ പേരിലാണ് നിങ്ങളെല്ലാവരും കൂടെ അത് തീരുമാനിച്ചതെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ഒരു ഇത്. അപ്പം നീ ആരോടെ ഈ തറതല പറയുന്നതെന്ന് നിനക്ക് അറിയാവുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരോടും തറതലയല്ല പറഞ്ഞത്, എന്നെ കേൾക്കാൻ എൻ്റെ ഭാഗം മനസ്സിലാക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് പറഞ്ഞു. ആദ്യം അനാമികയുടെ കാര്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കാതെ പോയതുകൊണ്ടാണ് എൻ്റെ ജീവിതം വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിയതെന്നും ഇന്നിവിടം വരെ നിൽക്കുന്നതെന്നും പറയുക. അതുകൊണ്ട് ഇനിയൊരു ദുരന്തം ഏറ്റുവാങ്ങാൻ എനിക്ക് സാധ്യമല്ല, ഞാനതിന് തയ്യാറല്ല എന്നും അനി പറയാം. അവന്തികയുടെ മനസ്സ് കേട്ട എല്ലാവരും എന്നോട് ഒരു തവണയെങ്കിലും നിനക്കിതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഈ ഒരു വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. ഒരിക്കലും അവന്തികയെ എൻ്റെ ഭാര്യയായി കാണാൻ എനിക്ക് സാധിക്കില്ല. എനിക്കുണ്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒരു മനസ്സൊക്കെ. അത് കാണാനും കേൾക്കാനും മുത്തശ്ശനോ ഇവിടെ ഉള്ളവരാരും തയ്യാറായിട്ടില്ല ഇന്നു വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ മുത്തശ്ശൻ ഭയങ്കരമായിട്ട് ഞെട്ടി. അനിയുടെ മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വന്നത് കണ്ടപ്പോഴത്തേക്കുവേ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് താൻ ഒരിക്കലും അവന്തികയെ ഭാര്യയായി കാണില്ല എന്നും കാണാൻ പറ്റില്ല എന്നും പറഞ്ഞു. പെങ്ങളായി കണ്ട് ഒരുത്തിയെ ഭാര്യയായി കാണാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നും പറഞ്ഞ് ഈ വിവാഹം നടക്കില്ല എന്നും പറഞ്ഞ് അനി അകത്തേക്ക് അങ്ങ് കയറിപ്പോയപ്പോൾ ഈ പറയണം ജാനകിക്ക് ആ കലി മുഴുവനും. ജാനകി ഭയങ്കര കലിപ്പിലാണ്. അപ്പം പറയുന്നു, ഒന്ന് കാര്യമാക്കണ്ട അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് എന്തേ പറയുന്നു ഈ ജാനകി. അപ്പം മുത്തശ്ശി പറഞ്ഞു, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ കാര്യങ്ങൾ.
ഇങ്ങനെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ഈ കുടുംബത്തിൽ ഓരോരോ നാശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമതൊന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ഒരു കാര്യം എന്ന് മുത്തശ്ശിക്ക് ഇത് കേട്ട് പേടിയായി. മുത്തശ്ശി ഒന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ദേ കിടക്കുന്നു എല്ലാം കൂടി. അപ്പോഴത്തേക്കും ദേവയാനിയും ജയനും പറഞ്ഞു, അവൻ്റെ മനസ്സ് അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം കൂടി ആലോചിച്ചുകൂടെ അച്ഛാന്ന്. അച്ഛൻ നേരത്തേനും ഇങ്ങനെ കലി കയറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.